നമസ്കാരം. മീഡിയ വിഷന്റെ മറ്റൊരു സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓണക്കാലമാണ്. നമ്മളിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം കണ്ടവരില്ല വേണ്ട എന്നായിരുന്നു പഴയ ചൊല്ല്. എന്നാൽ ഇപ്പോൾ കൊല്ലം എന്ന് കേൾക്കുമ്പോഴേ ധാരണകൾ മാറി വരിക. പുതിയ കാലത്ത് നവമാധ്യമങ്ങളുടെ കാലത്ത് പപ്പടത്തിന്റെ പേരിൽ, പൊറോട്ടയുടെ പേരിൽ, ചമ്മന്തിയുടെ പേരിലൊക്കെ അടികൊള്ളുന്നവരായിട്ടും അടി കൂടുന്നവരുമായിട്ടും കൊല്ലത്തെ ചിത്രീകരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു വസ്തുത? ഇത് വെറുതെ ഒരു പ്രചരണം മാത്രമാണോ? ഇന്നത്തെ സംവാദ വിഷയം ഇത് തന്നെയാണ്. ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില പ്രമുഖരായ ആളുകളാണ്. നമുക്ക് സ്ഥിരപരിചിതനായ മീഡിയ വിഷന്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഹരി പത്തനാപുരം, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ പാട്ടെഴുത്തുകാരൻ ശ്രീ സുജേഷ് ഹരി, മാധ്യമപ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം ഒക്കെയായ ശ്രീ കോട്ടാത്തല ശ്രീകുമാർ. ഇങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇന്നത്തെ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. തീർച്ചയായും ഈ കൊല്ലത്തെ ഓണം വല്ലാത്ത ഓണം, അതാണ് നമ്മുടെ സംവാദത്തിലേക്ക് ടൈറ്റിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. വല്ലാത്ത ഓണമാണോ കൊല്ലത്തുകാരുടേത്? സത്യത്തിൽ എനിക്ക് അങ്ങനൊരു പലരും പറയാറുണ്ട്. നമ്മൾ ഈ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകുമ്പോൾ വിദേശത്തുള്ള ആളുകൾ കൊല്ലക്കാരാന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പം പോലെ പറയാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ശരിക്കും നമുക്കാണ് ശരിക്കും കുഴപ്പമെന്ന് പറയുന്നത്. അല്ല, പക്ഷെ പപ്പടത്തിന് അടിയുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. പപ്പടത്തിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായി. അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പപ്പടം ചോദിച്ചപ്പോൾ ഞാൻ കല്യാണത്തിന് പോകുമ്പോഴേക്കും 5 പപ്പടമൊക്കെ ചോദിച്ചു മേടിക്കും. അതിങ്ങനെ ചിലപ്പോൾ അതുവഴി പോകുന്ന മോനാടാ രഹസ്യമായിട്ട് അല്ല ചോദിച്ചു മേടിക്കും. എന്നുവെച്ചാൽ ആദ്യം പരിപ്പിന്റെ കൂടെ ഒരു പപ്പടം 1-2 പപ്പടം കഴിക്കും. പിന്നെ പ്രഥമൻ എടുത്തതിന്റെ ആയിരിക്കും പ്രശ്നം. പിന്നെ പ്രഥമൻ വരുമ്പോൾ ആ പഴവും അതൊരു ടേസ്റ്റി സാധനമല്ലേ. ഒന്നാലോചിക്കെ, പ്രഥമൻ ഇട്ടിട്ട് അതിനകത്ത് പഴവും ഒന്ന് ഞെവിടിയിട്ട് പപ്പടം കൂടെ ഒന്ന് പൊടിച്ച് ഓണമല്ലേ ഇത്. അപ്പൊ അത് കഴിക്കുന്ന ഒരു ഇത് ചോദിക്കും. ചിലപ്പോ ചോദിച്ചതിന്റെ പേരിലുണ്ടായ തർക്കം പിന്നീട് പുറത്തിറങ്ങിയിട്ട് ആ വൈരാഗ്യം വെച്ച് അടിയുണ്ടായതിനെ നിങ്ങൾ മാധ്യമങ്ങൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും പപ്പടത്തിന്റെ പേര് അടിയത് കൊല്ലക്കാരെ അപമാനിക്കാൻ? ഒരെണ്ണം എന്തെങ്കിലും 1-2 ഇൻസിഡന്റ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു, പിന്നീട് ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും അത് കൊല്ലത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുകയാണ്. എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഒന്നുകൂടി ക്യാച്ച് വേണ്ട ഒരു ഭയങ്കര പപ്പടത്തിന്റെ പേരിൽ അടി എന്ന് പറയുമ്പോൾ ആളുകള് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. കൊല്ലത്തെ പപ്പടത്തിന്റെ അടി എന്ന് പറയുമ്പോൾ റീച്ച് കൂടും. അപ്പം അതെ, അപ്പൊ ആ അടി മാത്രമേ ഹൈലൈറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ പപ്പടത്തിന്റെ പേര് അടി കൊല്ലക്കാർക്ക് അവകാശപ്പെടാം. പക്ഷെ ഈ പൊതുവെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഒരു പ്രത്യേക ഒരു എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ പിന്നീട് ആ വിഷയത്തിൽ ഊന്നിയായിരിക്കും ഇപ്പം പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ ഒരു കടന്നുവരവോടുകൂടി അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു വിഷയം എന്നാൽ അതുമായിട്ട് കണക്ട് ചെയ്തുള്ള കാര്യങ്ങൾ എടുത്തു കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊല്ലത്തും ഉണ്ടാകത്തുള്ളൂ. മറ്റൊരു ജില്ലയിലെ അടി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല, കാരണം അത് വൈറലാവില്ല. അതിനാ ഈ പറയുന്നത് വല്ലാത്ത ഓണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് ത്രില്ലോണം വന്നേക്കുന്നത്. പണ്ട് ഈ കശുവണ്ടി ഫാക്ടറിയിലെ ബോണസ് കിട്ടുന്നവരെ കാത്തിരിക്കും. ആ ആഫീസിന്റെ വാതക്കലെല്ലാം വലിയ കച്ചവടക്കാർ ഇവര് ഈ ബോണസ് കിട്ടുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഓണം എത്തുന്നത്. എല്ലാ വീട്ടിലും ഒരു കശുവണ്ടി തൊഴിലാളി ഉണ്ട്. കശുവണ്ടി തൊഴിലാളിയും ഈ ഇത് ജോലി ചെയ്യുന്നവരെല്ലാം ഈ ബോണസ് നോക്കിയിരിക്കും. കരിങ്കൽ മേഖലയിൽ ബോണസ്, ഈ ബോണസ് ഒക്കെ മേടിച്ചുകൊണ്ട് പോയി അവർ യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ പൈസ എല്ലാവരുടെയും കയ്യിൽ വരുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ നന്നായി ആഘോഷിക്കുന്നുണ്ട് ആൾക്കാർ. ചെറുതായ കാര്യമല്ല. പിന്നെ ഈ ത്രില്ലോണം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. കാരണം കുട്ടികൾ നന്നായി ഇത് ആഘോഷിക്കുന്നു. നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മളെല്ലാം ഒരു 50 വയസ്സിന് താഴെയുള്ളവരാ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെയൊക്കെ പ്രായത്തിൽ സ്കൂളിലൊന്നും വലിയ ഓണാഘോഷം ഇല്ലായിരുന്നു. നമ്മുടെ എന്നാൽ വീടുകളിൽ നന്നായി അടുത്ത വീട്ടിലെ ആൾക്കാരെല്ലാം വന്നിരുന്നിട്ട് നന്നായി കളി. ഞാൻ വീട്ടിൽ 8ാമതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ മുതിർന്ന 7 പേരുണ്ട്. അവരുടെ കൂട്ടുകാർ വരും. ഞാൻ എല്ലാവരോടും ഞങ്ങൾ മാത്രം കൂടുമ്പോൾ തന്നെ ഒരു കളിക്കാനുള്ള ആളായി. അപ്പൊ അവിടെ ഈ തുമ്പിതുള്ളിലും അങ്ങനത്തെ കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഊഞ്ഞാലുണ്ടാവും, കുറച്ച് വട്ടം കൂടി എന്നുള്ള കളി ഉണ്ടാവില്ല. മുണ്ടിടാൻ ആ സാധനങ്ങൾ തുമ്പി മുറുകിടാൻ തുമ്പി മുണ്ടും കൊണ്ട് ഈ വഴി പോകാമോ, കല്ലടയാറ് കഴിഞ്ഞാൽ പിന്നെ വള്ളക്കൂലി കൊടുത്തേ തീരും. അല്ല, ഈ പാട്ട് എല്ലായിടത്തും ഉള്ളതാണ്. ഇത് പത്തനംതിട്ടയോട് ചേരുമ്പോൾ കുറച്ച് വകഭേദം കുറച്ച് മാറുന്നുണ്ട്. ഞാൻ ലിറിക്സ് ഓർക്കുന്നില്ല. ഈ കല്ലട 6 മാറി വേറെന്തോ വരുന്നുണ്ട്. പമ്പയാറാക്കി കാണും. കൊല്ലക്കാരുടെ ബുദ്ധിയാ. കൊല്ലക്കാരന്മാരെ കുറിച്ച് ഭയങ്കര പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇടയ്ക്ക് കയറി ഇടപെടുന്നത്. കൊല്ലക്കാർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരല്ല. അല്ല, കൊല്ലക്കാർ സമാധാന പ്രിയരാണ്, മാന്യന്മാരാണ്. ഇടയ്ക്ക് കയറി പ്രതികരിക്കുന്നത്
നമ്മള് കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നു. ഈ കൊല്ലം, പത്തനംതിട്ട, ട്രിവാൻഡ്രം കുറച്ച് ഉറക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. തൃശ്ശൂർ പ്രമുഖ കവിയാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത്. എന്നാൽ കാവ്യസൂര്യ, മലയാളത്തിന്റെ കാവ്യസൂര്യൻ കൊല്ലത്തുകാരനാണ്. അതൊക്കെ എന്തുമാത്രം ഓണപ്പാട്ടുകൾ നമുക്ക് ഈ തുമ്പീവ, തുമ്പക്കുടത്തൻ തുടങ്ങി അങ്ങനെയുള്ള പാട്ടുകൾ, ഇത്രയും പാട്ടുകൾ നമ്മൾ പാടി തീർന്ന മതിയാവാത്ത പാട്ടുകൾ ഇദ്ദേഹത്തിനുണ്ട്. സുജേഷ് ഓണത്തിന് എഴുതി ഈ ഓണത്തിനൊന്നും സുജേഷ് പക്ഷേ എഴുതണം കേട്ടോ. സുജേഷിന്റെ പാട്ടൊക്കെ ഉണ്ടായി ഞാൻ ജീവിച്ചു പോകുന്നത്. ഇതിനകത്തൊരു വാക്ക് പറഞ്ഞു കേട്ടോ, സുജേഷ് അണ്ണ, അത് നമ്മുടെ സ്വന്തം. ശരി, അണ്ണ നമ്മളെ വിളിക്കുന്നത് നമ്മുടെ സ്വന്തം. അത് അണ്ണ, അണ്ണാന്ന് വേറെ അങ്ങോട്ടും ഇല്ലല്ലേ? ഇല്ല, വേറെ വിളിക്കുന്നത്, വേറെ തമിഴ്നാട്ടിൽ വിളിക്കും. നമ്മൾ ഇളയ ആളിനെ പോലും ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ, നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അണ്ണ അണ്ണാന്ന് എല്ലാവരും വിളിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ണാന്ന് പേരുണ്ട്. ഏതറിയില്ല, നമ്മൾ ചോദിക്കില്ല അങ്ങനെ. അല്ല, അങ്ങനെ കൊല്ലത്തുകാർക്കായിട്ട് ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ അപവാദങ്ങളൊക്കെ പുറത്തുണ്ടെങ്കിലും ഇന്ന് വാട്സപ്പിലൊക്കെ ഓടിയ ഒരു പോസ്റ്റ് വായിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന മോഹനൻ പിള്ള, സ്ഥലം കൊല്ലം, കുണ്ടറ. 25 മുതൽ 30 വർഷം പഴക്കമുള്ള ഫോട്ടോയാണ്. ഇപ്പോൾ ഒരു 65 വയസ്സ് കാണും. മോഹനൻ പിള്ളയുടെ ഉറ്റ സുഹൃത്തായ തൃശ്ശൂരിലുള്ള അബ്ദുൽ ഖാദർ, ഖത്തറിൽ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. മോഹനൻ പിള്ളയെ ഒന്ന് കാണാൻ വേണ്ടി, ഒന്ന് സംസാരിക്കാൻ അതീവ ആഗ്രഹത്തോടെ തിരയുകയാണ്. അപ്പോൾ തൃശ്ശൂരുള്ള അബ്ദുൽ ഖാദർ കൊല്ലത്തുള്ള മോഹനൻ പിള്ളയെ കണ്ടുപിടിക്കാൻ വേണ്ടി 40 വർഷം മുമ്പ് കണ്ട കാഴ്ചയാണ്. അപ്പോ ഇങ്ങനെ കൊല്ലത്തുകാരുടെ ഒരു സൗഹൃദ വലയം വലുതാണ്. അപ്പോ മനുഷ്യത്വം ഇല്ലാത്തവരല്ല കൊല്ലംകാർ. അല്ല, മനുഷ്യത്വത്തിന്റെ കാര്യം പറയുമ്പോഴേ നമ്മള് പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടുന്ന് പോകുന്ന വണ്ടികൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ കൊല്ലത്തിന് കടപ്പുറത്ത് പോയ വണ്ടികളാണ്. ഈ ചെങ്ങന്നൂർ പ്രവർത്തനങ്ങൾക്ക് നമ്മളും പോയിരുന്നു. പക്ഷെ അന്നേരം അവിടെ ചെന്നിട്ട് പല ദുരനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫുഡ് കിട്ടിയിട്ടില്ല, എത്രയോ ദിവസം പട്ടിണി കിടന്നൊക്കെ ചെയ്ത ആൾക്കാരാണ്. അവരെങ്ങനെ മോശമാണെന്ന് പറയാൻ പറ്റുന്നതാണ് അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവോടുകൂടി ഈ ട്രോളുകളാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട്. അയ്യോ, നമ്മുടെ നാട്ടിലെ പിള്ളേർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അപ്പൊ മറ്റുള്ളവര് നമ്മളെ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തതായിരിക്കാം എന്ന് തോന്നുന്നു. ഹരിയ സമയത്തുള്ള ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. പുറം രാജ്യങ്ങളിൽ, ഒരുപാട് നാടുകളിൽ പോകാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മുന്നിലെ കൊല്ലംകാരെ പറ്റി അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വിദേശത്തൊക്കെ പോകുമ്പോ അവര് നമ്മളോട് പറയും ഇങ്ങനെ ഈ കൊല്ലക്കാരെ പറ്റി, പിന്നെ തെക്കനെ മൂർഖനെയും കണ്ടാൽ ആദ്യം തെക്കനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വരുന്ന രീതിയുണ്ട്. പരിചയപ്പെട്ടൊക്കെ കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ചിലപ്പം ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കാര്യം ഇത് കൊല്ലത്തുകാരനാണെന്നുള്ള രീതിയിൽ ആരോപിക്കുന്നു എന്നുള്ളത്. ചില വിഷയങ്ങളിൽ ഈ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. അത് പ്രത്യേകമായിട്ട് ആ ഒരു ജില്ലയെ ടാർഗറ്റ് ചെയ്ത് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും 1-2 പേര് ചെയ്യുന്നതിന് ഒരു സ്ഥലത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു അർത്ഥം മാത്രമാണ്. പക്ഷെ പുറത്ത് അങ്ങനെ ഒരു വ്യാപകമായ രീതിയിലുള്ള ഒരു പ്രചരണം കൊല്ലത്തുകാര് ഉണ്ട്. അങ്ങനെ ആളുകൾ വടക്കൻ ജില്ലകളിലോട്ടുള്ളവർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അണ്ണ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ അങ്ങനെ പ്രശ്നമുള്ളവരുണ്ട്. അവരെ ഇപ്പൊ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ കൊല്ലം ക്ലീനാ. പിന്നെ വേറെ കാര്യം, നേരത്തെ ശ്രീകുമാരെ അണ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിലേ, എനിക്ക് തോന്നുന്നത് ഈ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് കേരളത്തെക്കാൾ കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത് വിദേശ രാജ്യത്താണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് കാനഡയിലൊക്കെ ഒരു റോഡിൽ നടന്ന ഒരു വലിയ ആഘോഷ പരിപാടിയുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. ഓണത്തിന്റെ കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലബ്ബുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ക്ലബ്ബുകളുടെ പരിപാടികൾ കുറഞ്ഞിട്ടുണ്ട്. ഈ പിള്ളേർ കൂട്ടായ്മകളിലേക്ക് എത്തുന്നില്ല, മൊബൈൽ ഫോണും കൊണ്ട് വീട്ടിലിരിക്കാൻ. പിന്നെ അവരുടെ നാട്ടിൻപുറത്തെ കൂട്ടായ്മ വരുന്നില്ലേ ഉള്ളൂ. ഇവരെല്ലാം അവരുടെ പഠന കേന്ദ്രങ്ങളിൽ, തൊഴിൽ കേന്ദ്രങ്ങളിലെല്ലാം പണ്ടത്തെ പഠന കേന്ദ്രങ്ങളിലുണ്ട്. പക്ഷെ പിള്ളേരെല്ലാം ഇപ്പം നമുക്കൊരു ലഹരിയായിരുന്നു ഈ ഓണവും ആഘോഷങ്ങളും, ഈ പറഞ്ഞ പോലെ തുമ്പിതുള്ളലും ഊഞ്ഞാലാട്ടവും. ഈ പിള്ളേർ മറ്റ് ലഹരികൾ തേടി പോകുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഈ ക്ലബ്ബുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം വളരെ കുറവാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പിള്ളേരെ സംബന്ധിച്ച്. വീടുകളിലേക്ക് സർക്കാരിന്റെ കുറെ നിയന്ത്രണങ്ങൾ, കോടതിയെ ഇടപെട്ടായിരിക്കും കുറെ നിയന്ത്രണങ്ങൾ വന്നു. പെട്ടെന്ന് ചാടി കയറി നമുക്ക് നാളെ പരിപാടി നടത്താൻ പറ്റത്തില്ല. 4 ദിവസം മുമ്പേ മയക്കുനാശം വാങ്ങിയിട്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായി. ഈ പെട്ടെന്ന് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്താ അറിയോ? അതുവരെ ഐക്യം പ്രാദേശികമായി ഉണ്ടാവുന്നില്ല. അവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ വരുന്നു. പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു. എഴുത്തുകാർക്കാണ് നാടിനോട് ഒരു ആത്മാർത്ഥമുള്ള, അങ്ങനെ പറയാനില്ല, നാടിനെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ എല്ലാവരും നോക്കി കാണുന്ന എഴുത്തുകാരാണ്. അപ്പൊ അങ്ങനെയുള്ള നോട്ടത്തില് സുജേഷിന്റെ നോട്ടത്തിലെ കൊല്ലത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി? അതെ, പ്രത്യേകിച്ച് ഞാനെന്ന് വെച്ചാൽ ഈ ഒരു ജില്ലാ അധിഷ്ഠിതമായി നിന്നിട്ട് നമ്മുടെ ജില്ല അടിപൊളി, ബാക്കി ജില്ലയിലെ മോശം എന്ന് പറയുന്നത് അതിന് അങ്ങനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മള് പൊതുവെ മനുഷ്യരെ തുല്യമായിട്ട് കാണണമെന്നും എല്ലാ ദേശവും എല്ലാ സ്ഥലവും നമ്മുടേതാണെന്നുള്ള ചിന്തയിലാണ് നമ്മൾ. ഇത് പിന്നെ ഒരു ട്രോളിന്റെ സെൻസിൽ അത് ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓരോ പ്രദേശത്തിനും പ്രത്യേകത ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കൊട്ടാരക്കര നോക്കിയാൽ
കൊല്ലം ജില്ലയിൽ പോലും പലതരത്തിലുള്ള ഫുഡുകളാണ് അല്ലെ. വടക്കോട്ട് പോകുന്നവരും ഫുഡിന്റെ അത് ഈ അതിനകത്ത് നമ്മുടെ ആറ് കഴിഞ്ഞാൽ കല്ലടയാറ് കഴിഞ്ഞാൽ അങ്ങോട്ട് അടുത്തൊരു സംസ്കാരമായി. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്നല്ലാതെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ കൊട്ടാരക്കരക്കാർക്ക് മാത്രമുള്ള ഒരു ഐറ്റം ഉണ്ട്, കൊട്ടാരക്കരപ്പുളി. കൊട്ടാരക്കുളി. കൊട്ടാരക്കരപ്പുളി ഈ നമ്മുടെ രസം ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്ന സംഭവമാണ് വെറുംപുളി. തക്കാളി അല്ല, വെറുംപുളി നമ്മുടെ ഇവിടെ ചെയ്യാറുണ്ട്. രസം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതാണ് ഒരു കൊല്ലക്കാർ ഓരോ സ്ഥലം വെച്ചിട്ട് അടിയോട്ടാണ് ഇതായി പറയുന്ന പുറത്ത് പ്രേക്ഷകർ പറയും. അപ്പൊ ഇപ്പം പറഞ്ഞത് ആ സ്ഥല വ്യത്യാസം ഇല്ലെന്ന്. നമുക്ക് പൊറോട്ടയും പത്തിരി ഒന്നാ. കൊല്ലം ജില്ലയിൽ പൊറോട്ടയും പത്തിരി. അതെ, അങ്ങോട്ട് പോകുമ്പോ വേറെ സാധനം. പത്തിരി വേറെ ശ്രീമാനൻ പറഞ്ഞൊരു കാര്യത്തിലേ, ഇവിടെ പത്തിരിയും ചാളയും ഒന്നാ. ഞാൻ ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഈ സ്കൂളുകളുടെ മുമ്പിൽ പിള്ളേര് ആമ്പിള്ളേര് മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി പോവാണ്. ഇവരുടെ മനസ്സിൽ ഞങ്ങളൊരു ആ ഒരു നമ്മൾ പണ്ട് അനുഭവിച്ച ഒരു ഫീലിംഗ് ഉണ്ട്. പെൺകുട്ടികൾ സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂ ഒക്കെ ചൂടി പോകുമ്പം ഭയങ്കര ആഹ്ലാദമായിരിക്കും. നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു ആഹ്ലാദം. ഞാൻ ഇങ്ങനെ സ്കൂളുകളുടെ മുമ്പിലൂടെ വരുമ്പോ ഈ കുട്ടികളുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അതൊരു ശരിയാണ്. ഈ സ്കൂളുകളിൽ നല്ല രീതിയിൽ ആഘോഷ പരിപാടികൾ ഇപ്പൊ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ കോവിഡിന് ശേഷം ഒരു കേരളത്തിന്റെ ഒരു ആഘോഷ മൂഡ് മാറി എന്നുള്ളതാണ്. ആൾക്കാർ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ആഘോഷിക്കാൻ വേണ്ടിട്ട് അല്ലെ. നമ്മൾ തിയേറ്ററിൽ പോയാലൊക്കെ ആ അനുഭവം ഫാമിലി ആയിട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് കാണുന്നുണ്ട്. ഫുഡ് കഴിക്കാതെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ സ്ത്രീകള് പെൺകുട്ടികൾ ഇവരെല്ലാം മത്സരങ്ങളിലും എല്ലാം പണ്ട് അത്രയും ഇറങ്ങത്തില്ല. പണം വയ്ക്കുന്ന ആരും അങ്ങനെ സ്ത്രീകൾ ഇറങ്ങത്തില്ല. ഇപ്പൊ അവരെല്ലാം തയ്യാറാണ്. കളിക്കാൻ പെണ്ണുങ്ങൾ തയ്യാറാണ്. തീർച്ചയായും. അപ്പൊ അതെല്ലാം ഒരു മാറ്റങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ആഘോഷത്തിന്റെ തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റു തരത്തിലുള്ള ഒരുപാട് പിന്നാക്കം പോകുകയില്ല. ഉദ്ദേശിച്ച ഇപ്പൊ ഓണം, ഇപ്പൊ നമുക്കിപ്പോ ഓണം എന്ന് പറഞ്ഞാലും ക്രിസ്മസ് എന്ന് പറഞ്ഞാലും ഇപ്പൊ ഒറ്റ കണ്ണോടെ നമ്മൾ കാണും. അത് ആഘോഷിക്കാനുള്ള ഒരു അവസരം എന്നുള്ളതല്ല, അതിനപ്പുറം അതിനുള്ള ഒരു മൂല്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ മതത്തിന്റെ പേരിൽ ഉള്ള കാര്യമാണോ? മതത്തിന്റെ പേരിലുള്ളതല്ല, ഓരോന്നിനും ഓരോ സന്ദേശമുണ്ട്. ഓണം നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ക്രിസ്മസ് നൽകുന്നത്. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആഘോഷമാണോ അത് വെറും ആഘോഷമാണോ ഇപ്പൊ നടക്കുന്നത്? അതാണ് ചോദ്യം. ഓണം എന്ന് പറയുന്നത് നമ്മൾ ദേശീയ ഉത്സവം എന്നുള്ള രീതിയിൽ ആഘോഷിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വോയിസ് വന്നെന്ന് പറയുന്നു, അത് ആഘോഷിക്കല്. ഇപ്പുറത്ത് വേറെ ഒരെണ്ണം, ഇത് ഞങ്ങളുടേതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യനെ സ്പ്ലിറ്റ് ആക്കുന്ന രീതിയിലുള്ള ഇതെല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ഒരു ഉത്സവമാണ്, നമ്മളെ അടിച്ചു പൊളിക്കുക. പിന്നെ പിറ്റേ ദിവസത്തെ കണക്കാണ് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഏതാ എത്ര കോടി കണക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്തിനാണ്, ഏത് എവിടെയാണ്? ചാലക്കുടിയാണോ? അത് കൊല്ലത്തുണ്ട്. ആശ്രമം കരുനാപ്പള്ളി ആശ്രമം തമ്മിലാണ് മത്സരം. അതിന് കൊല്ലത്ത് തന്നെ പൊട്ടിക്കാൻ പറ്റില്ല. തുറന്ന മനസ്സോടെ ഭക്ഷണത്തിനായാലും വലിയ ആഘോഷത്തിന്റെ കാര്യത്തിലായാലും പിന്നെ ലഹരിയുടെ കാര്യത്തിലായാലും ശരിക്കും പറഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ മതത്തിന്റെ പേരിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് ഒരു അപകടമാണ്. അതാരും ചെയ്യാൻ പാടില്ല. ഓണം എന്നൊക്കെ പറയുന്നത് നമ്മള് അന്ന് നബിദിനം തന്നെ തിരുവോണത്തിനാണ്. അപ്പം ആഘോഷിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും മാതൃക കൊട്ടാരക്കര ക്രിസ്മസ് ആകുമ്പോൾ ജൂബിലി മന്ദിരത്തിൽ അച്ഛൻ എല്ലാ മതവിഭാഗങ്ങളെയും വിളിച്ചിട്ട് അവിടെ നല്ല സൽക്കാരമൊക്കെ നടത്തി. മറിച്ച് പിന്നെ ഈ പെരുന്നാൾ വരുമ്പോ പണ്ടിന്ന് കുറച്ച് മാറ്റമുണ്ട്. കാരണം പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പം പോവുകയും ഇതില് ഒരു ഭക്ഷണം ഒരു പ്രധാന ഘടകമാണോ? പെരുന്നാളിനാകുമ്പോൾ ബീഫ് മേടിക്കുന്നു. പെരുന്നാളിനായാലും ക്രിസ്മസിനായാലും ഓണത്തിനായാലും ഭക്ഷണം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ പിന്നെ ഒരു വേർതിരിവിന്റെ അല്ലെ. ക്രിസ്ത്യൻ പള്ളിയിൽ ഇഫ്താർ വരുന്നൊരുക്കുന്ന നാടാണ്. അതൊരു മാതൃകയാണ്. അല്ല, ഈ സുജേഷിനോട് ഒരു ചോദ്യം ഉള്ളത്. ഈ സുജേഷ് ഒരു പക്ഷേ നമ്മുടെ പിന്നെ പ്രകൃതിയോടൊക്കെ ചേർന്ന് നിന്നിരുന്ന ഒരാളാണ്. ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറെ കൂടി പിന്നെ ജില്ലാന ടൈപ്പ് പാട്ട് അതിന്റെ ഒരു യഥാർത്ഥത്തിൽ പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഈ ന്യൂ ജനറേഷൻ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എഴുതാൻ ഇഷ്ടമാണ്. അല്ല, ഇതൊന്ന് ഭയങ്കര പണ്ടത്തെ ആയിരുന്നു ബെറ്റർ, ഇത് മോശമാണെന്നുള്ള ഇതൊന്നും എനിക്കില്ല. പക്ഷെ നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നതുകൊണ്ട്, കാരണം ഞാൻ എഴുതിയ പാട്ടിനകത്തൊക്കെ കുറച്ച് കാവ്യാംശം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ രീതിയിലുള്ള പാട്ടെ സുജേഷ് എഴുതാൻ പറ്റത്തുള്ളൊരു ടോക്ക് നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് എഴുതാൻ ഇഷ്ടമാണ്, പുതിയ പാട്ടുകൾ നമുക്ക് എഴുതാൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ പാട്ടുകളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതിൽ സങ്കടം എനിക്കുണ്ട്. തീർച്ചയായും ഈ സുജേഷ് ചേട്ടനെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം അസാധ്യ ഒരു എഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഇടിച്ചു കയറി അങ്ങോട്ട് പോയി സോപ്പിട്ട് അങ്ങനെ കാര്യങ്ങൾ നേടാൻ അറിയാത്ത ഒരാളാണ്. നമ്മുടെ നാട്ടിലൊരു വലിയ കലാകാരനാണ്. ഇത് ഒന്ന് ക്ലോസ് ഫ്രെയിമിൽ കൊടുക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഒരുപാട് സദസ്സുകളിൽ ഒരു കവിത പാടും. ഒരുപാട് സദസ്സുകളിൽ ഒത്തിരി പേർ
ഭയങ്കരമായിട്ടത് ആരാധനയോടുകൂടി കേൾക്കുന്ന ഒരു കവിതയാണ്. പലരും ചോദിച്ചത് ആരാ എഴുതി, ഹരിയാണ് എഴുതിയത് എന്ന് പറയാറുണ്ട്. അപ്പൊ കവിത ഞാൻ ആദ്യം ഒന്ന് ചൊല്ലിയിട്ട് അതിന്റെ ക്ലൈമാക്സിൽ പറയാൻ ബാക്കി അപ്പം ഹരിയാണ് എഴുതിയത്, ഹരി എഴുതിയ കവിതയാണെന്നുള്ള നിലയിൽ ഈ കവിത പലയിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം പലരും എനിക്ക് അഭിനന്ദനങ്ങൾ ഒക്കെ അറിയിക്കുന്നുണ്ട്. പാടുന്നത് ഞാനാണ്. കവിത ആദ്യം പാടാം. വെണ്ണിലാവു പോലും ഒന്നു കണ്ണടച്ചു പോയി എന്റെ പെണ്ണിന്റെ പുഞ്ചിരികൾ കണ്ട മാത്രയിൽ പാറി വന്ന തെന്നലൊന്നു തങ്ങി നിന്നു പോയി അവൾ പിന്നിയിട്ട കൂന്തലും നഴിച്ച രാത്രിയിൽ താരഗണം മറഞ്ഞുപോയി താമരകൾ കുനിഞ്ഞുപോയി താഴെ വീണുടഞ്ഞുപോയി നീലമേഘവും പൂമരങ്ങൾ ഉലഞ്ഞുപോയി പൂവിളികൾ കൊഴിഞ്ഞുപോയി പൂമയിൽ പൂമയിൽ പറന്നുപോയി നിന്റെ ശോഭയിൽ പൂമയിൽ പറന്നുപോയി നിന്റെ ശോഭയിൽ വെണ്ണിലാവു പോലും ഒന്നു കണ്ണടച്ചു പോൽ എന്റെ പെണ്ണിന്റെ പുഞ്ചിരികൾ കണ്ട മാത്രയിൽ. ബാക്കി വേണം. ഇത് തന്നെ തൃപ്തിയായി. ഇത് എഴുതിയ ഹരി ഞാനല്ലത് ഈ ഹരി. ഇങ്ങോട്ട് ക്യാമറ തിരിച്ചു. ഇദ്ദേഹം ഒരു ക്രൂരനാണ്, ദുഷ്ടനാണ്. വെട്ടിക്കാരി ഒഴിച്ചിറക്കി ഭാര്യ എഴുതി കൊടുത്താണ്. ഇത് കേട്ടിട്ടേ നിങ്ങളൊക്കെ എന്തോ നടക്കുമോ പരീക്ഷ കണ്ടു പറ്റി. ഇന്നലെ ഞാൻ വിളിച്ചു, ഇന്നലെ ഞാൻ പ്രവേശി വിളിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടായ നിങ്ങൾ വെട്ടിക്കാരി ഒഴിച്ചിറക്കി ഭാര്യക്ക് ഇത്രയും കവിതകൾ എഴുതി കൊടുക്കുന്നത്. എനിക്ക് രക്ഷപ്പെടണ്ടേ? ഒരു തമാശ നടന്നു. സംസ്ഥാന പാട്ടിന്റെ പാട്ട് കേൾക്കാം. ആ പാട്ടിന് പ്രത്യേകത ഉണ്ട്. അതൊരു പ്രണയ നിരാശയും റിയലി ഉള്ളൊരു സാധനം. പുലരിപ്പൂ റിയലി ഈ പ്രണയ നിരാശത്തിലുണ്ടായ ഒരു പാട്ടാണത്. നല്ലൊരു പാടാം. ഈ ഇത്രയും വോയിസ് ഒന്നും നോക്കില്ല. എനിക്കൊക്കെ വോയിസ് ആണോ? ഞാൻ അങ്ങനെ പറഞ്ഞു ഇതുപോലും നമുക്കില്ലെന്ന് പറയാം. രാവായാൽ നിഴലും കൂടെ പോരില്ലെന്നറിയാം, പേമഴയിൽ നീയൻ കൂടെ ചേരില്ലെന്നറിയാം, നെഞ്ചത്തെ പ്രാവിൻ കുറുകൾ അമ്പിൻ മുനയാലെ നിലച്ചാൽ, നെഞ്ചത്തെ പ്രാവിൻ കുറുകൾ അമ്പിൻ മുനയാലെ നിലച്ചാൽ, നീ അതിനെ മാറിൽ ചേർത്തു വിതുമ്പില്ലെന്നറിയാം, എൻ പാട്ടിന് നിന്റെ തമ്പുരു ഇട്ടില്ലെന്നറിയാം. ലിറിക്സ് പോയി. അപ്പം അവാർഡ് കിട്ടി കഴിഞ്ഞിട്ട് എന്റെ വൈഫിനറിയാം ഇതൊരു പ്രണയ നിരാശത്തിൽ എഴുതിയ പാട്ടാണ്. അന്നേരം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഇനി ഒരു 5 സംസ്ഥാന അവാർഡുള്ള പാട്ട് കിട്ടിയിരിപ്പുണ്ട്. അതൊക്കെ പുറത്തെടുക്ക്. 6 പ്രണയ നിരാശ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ കുറെ സമയത്ത് ഇവളിങ്ങനെ സ്ഥിരത കേൾക്കല്ലേ ഈ പാട്ടിനൊക്കെ. അന്ന് എഴുതിയ ഈ വിരാജാനങ്ങൾക്കെല്ലാം അതാത് കാലഘട്ടത്തിൽ കോളേജിൽ കുറെ കുട്ടിയാരാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് മുഴുവൻ ഇവക്കറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചത് ദ്രോഹമല്ലേ എന്ന് ഇവളിത് കേട്ടിരിക്കണം. അങ്ങനെ ഞാനൊരു കവിത എഴുതി. അപ്പൊ അതിനകത്ത് കാത്തിരുന്നു പെരുമഴ പെയ്ത്തിനായി ചാറ്റലായേ കൊഴിഞ്ഞു വീണുള്ളു ഞാൻ, കാറ്റുവന്ന് തലോടി നിന്നെങ്കിലും നീറ്റരായേ പടർന്നു കേറുന്നു ഞാൻ. എന്റെ വരികനെ തിരുന്നേ. നിൻ മനസ്സിൻ പ്രണയ ചിരട്ടയിൽ എന്തിനെന്നെ നീ കോരി വെച്ചിങ്ങനെ. അപ്പൊ നീ കാത്തുനിന്നത് പരിപാടിക്കാണ്, നീ ചാറ്റലായ ഇത് ഞാൻ സാധിച്ചുള്ളൂ. എന്നിട്ട് നിന്റെ പ്രണയച്ചിരട്ട എടുത്ത് നീ എന്തിനാ എന്നെ കോരി വെച്ചത്. അപ്പം എന്റെ ഫ്രണ്ട് വീട്ടിൽ നിന്നിട്ട് പറഞ്ഞു, ഏടാ നിനക്ക് തേച്ചിട്ട് പോയവർക്ക് പുലരിപ്പൂ, എന്റെ കൊച്ചിന് ചിരട്ട. അങ്ങനെ അങ്ങനെ എഴുതിയ പാട്ടാണ്. നിങ്ങൾ 10 പുസ്തകം എഴുതിയില്ലേ? അവാർഡ് കിട്ടിയിട്ട് കക്ഷി തിരിച്ചു വിളിച്ചു. അവാർഡ് കിട്ടിയിട്ടേ അതാണ് ഒരു ടിസ്റ്റ്. കക്ഷി വിളിച്ചില്ല, കക്ഷിയുടെ ഹസ്ബൻഡ് വിളിച്ചു. ആദ്യം ഇന്ന ആളാണ്. ഞാൻ മനസ്സിലായില്ല, ഈ പേരിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്.
ഇന്നടത്തുനിന്നാണ് അതിന്റെ ഞാൻ പറഞ്ഞ ആ ചേട്ടാ പറയൂ ഞാൻ ഇന്നാളുടെ ഹസ്ബൻഡാണ് ഞാൻ പറഞ്ഞു ഐ എം പ്രൗഡ് ഓഫ് യു മാൻ. നിങ്ങളുടെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാൻ. പ്രൗഡ് ആർക്കാണെന്ന് അറിയണ്ടേ. നിങ്ങളുടെ നേട്ടത്തിൽ ഒരുപാട് സന്തോഷം. പക്ഷെ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നു അദ്ദേഹം ആ ഒരു ഓപ്പൺ. അല്ല, അതങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ആരാണ് പ്രണയിക്കാത്തവർ, അതുമില്ല തുറന്നു പറയാത്തവർ എന്നുള്ളതല്ലാതെ എന്താണ്. അല്ല, ഇപ്പൊ എല്ലാ സംവിധാനം ഉണ്ട് പറയാൻ. എന്താണ് സ്കിപ്പ് ചെയ്ത് റെക്കോർഡിംഗ് ആണ്. പണി മേടിച്ചെടുക്കണ്ട. അപ്പോ പ്രണയമുള്ളവരാണ് കൊല്ലം, പ്രണയം കണ്ടെത്തുന്നവരാണ്. ഇതോടൊപ്പം തന്നെ പറയുന്ന തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് കൊല്ലം. ജ്യോതിഷ തട്ടിപ്പിന്, ഓൺലൈൻ തട്ടിപ്പിന്, സാമ്പത്തിക തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇരയാവുന്നതിനും കൊല്ലം. എന്ത് തോന്നുന്നു? ഓൺലൈൻ തട്ടിപ്പ് പക്ഷെ എല്ലായിടത്തും നടക്കുന്ന തട്ടിപ്പ് അങ്ങനൊന്നുമില്ല. ഇതിന് ഈ സാധനങ്ങളിൽ കൊല്ലത്തെ നിങ്ങൾ ഇതും കൂടി ഇനി കൊല്ലത്തിന് നിലവിലുണ്ട്. സത്യത്തിൽ ഇത് എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ്. ഓൺലൈൻ തട്ടിപ്പിലും കൊല്ലത്താണോ കൂടുതലുള്ളത്? അങ്ങനെയല്ല. റൂറൽ ജില്ലയിലെ സൈബർ സെൽ മാത്രം 1.9 അത് നമുക്ക് കൂടുതലാണോ? കൂടുതല. ഞാൻ നമ്മുടെ ഇവിടെ ഈ പരാതി പെട്ടത് നേരത്തെ ഡിവൈഎസ്പി ആയിരുന്ന റിട്ടയർഡ് ആയൊരു അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞാണ്. ഈ ഇവിടെ നമ്മുടെ ഈ ജില്ലയിലുള്ള ഒരു സംഭവമാണ് നാഗമാണിക്യം എന്ന് പറഞ്ഞിട്ടേ ഇവര് മറ്റേ LED ബൾബ് ഇട്ടിട്ട് ഇതിന്റെ പുറത്ത് ചാക്കിട്ട് മൂടിയിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ കണ്ണ് മഞ്ഞൾ ചോദിക്കും ഇത് നാഗമാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതും കൊല്ലക്കാരൊന്നും ആലോചിക്കും. പറയല്ലേ എന്ന് വിചാരിച്ചാ കോഴിമുട്ട വെച്ചിട്ടത് ഈ കണക്ക് പ്രകാരം ഇങ്ങനെ എനിക്കറിയില്ല, ഞാനായിട്ട് കൊല്ലത്തിന് കൂടുതലുണ്ടെന്ന്. പക്ഷെ പൊതുവെ നമുക്ക് സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് ഇതിനകത്തൊക്കെ വീണു പോകുന്ന ഒരു വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് ഇതാണ് കൊല്ലത്തിന്റെ പ്രശ്നം. എത്ര വർഷം 20 വർഷമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ ഈ കൊല്ലം നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ മാറ്റിയിട്ടേക്കുന്നത്? കൊല്ലത്ത് ഇങ്ങനെയുണ്ട്. നല്ലതാന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് അവസാനം നീ ശരിക്കും പറയാം ഈ ഇത്രയും രൂപ പോയി എന്ന് പറയുന്നത് വലിയൊരു ഇത് തിരിച്ചു പിടിച്ചല്ല. സൈബർ സെല്ലിൽ അവര് എൻക്വയറി വെച്ച് തിരിച്ചു പിടിച്ച പൈസ ഒരുപാട് പൈസ പോകുന്നുണ്ട്. അതിനകത്ത് വേറെ കാര്യമുണ്ട്, മിക്കവാറും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോകുന്നതാണ് ഈ 2 രൂപ തന്നെ ഇപ്പൊ ഈ അന്ധവിശ്വാസത്തിൽ പോയി അങ്ങനെ പോകുന്ന തട്ടിപ്പിനോ ഇടയാവുന്നുണ്ട്. ഈ പൈസ അല്ലാതെ ഓൺലൈനിൽ പോകുന്നവരുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ നമ്മുടെ കൊല്ലംകാര് തന്നെ നല്ല പെട്ടെന്ന് പണക്കാരാകുക എന്നുള്ളത്, അമിതമായി സമ്പാദിക്കുക, ഈ പോഷ് ഭ്രമം ഒരാൾക്ക് വന്നാൽ അത് പിന്നെ പ്രശ്നമാണ്. വില കൂടിയ കാറുകളിൽ പോവുക, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, വില കൂടിയ ഫോണുകൾ ഉപയോഗിക്കുക, അങ്ങനത്തെ ഒരു ഭ്രമം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാം എക്സ്പ്ലോർ ചെയ്യുമല്ലോ. വലിയ ഹോട്ടലുകൾ എക്സ്പ്ലോർ ചെയ്യും, വലിയ ടൂറിസ്റ്റ് പ്ലേസുകൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പൊ ആളുകൾക്ക് ഇതെല്ലാം കാണണമെന്നും ഒക്കെയുള്ള ഒരു ഇത്, പിന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു രീതി വരുമ്പോഴാണ് പലപ്പോഴും കോസ്റ്റ്ലിയാണോ ഇത് ഞാൻ പക്ഷെ ഇതെനിക്കൊന്നു ഈ കോപ്പി ആണെന്ന് തോന്നുന്നു. ഭയങ്കര കോസ്റ്റ്ലി വാച്ചാണെന്ന് പറയും. അല്ല, പക്ഷെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പക്ഷെ ഇത് കോപ്പിയാണ്. ഗിഫ്റ്റ് മേടിക്കുന്നു കോപ്പി. ഞാൻ അങ്ങനെ ഭയങ്കര വില കൂടിയ എന്റെ ഒരു എഫ്റ്റിക്കയാണ് വണ്ടി 2,80,000 കിലോമീറ്റർ ഓടി. ഇപ്പോഴും ഞാനത് പണിഞ്ഞ് കുട്ടപ്പനാക്കി ഇങ്ങനെ കൊണ്ടു നടക്കാണ്. എല്ലാവരും മാറെന്ന് പറഞ്ഞിട്ടും നമ്മൾ ഒരു പോഷ് കാണിക്കുക. കാരണം ഞാൻ ആലോചിച്ചത് ഇത് ഞാൻ പിന്നെ റീപേയ്മെന്റ് കപ്പാസിറ്റി ഇല്ലാതെ എടുക്കുക, ആദ്യം ഇനിഷ്യൽ പേയ്മെന്റ് കൊടുക്കുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടി നല്ല പണി നടക്കുന്നില്ല. ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് കാർ വിപണിയിലാണ്. അപ്പൊ ഞാൻ ഒരാഴ്ച മുമ്പ് തിരക്കിയപ്പോൾ ഈ എനിക്ക് മേടിക്കാനല്ല, അപ്പൊ സാറിന് സ്റ്റാഫ് പറയാനേ ഓണത്തിന് കച്ചവടം ഇല്ല, എല്ലാം നേരത്തെ ബുക്ക് ചെയ്തെല്ലാം കഴിഞ്ഞു, സ്റ്റോക്ക് ഇല്ല. ആ നിലയിലേക്ക് ആളുകളുടെ കണ്ടമാനം പൈസ ഉണ്ട്, ഉള്ളവരുടെ നന്നായി പൈസ ഉണ്ട്. അവര് കാറും എല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് എല്ലാം വാങ്ങിക്കഴിഞ്ഞു. പൈസ ഉണ്ടെന്നുള്ളതിനപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം വിഷമകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വീടൊക്കെ ലോൺ വെച്ചിട്ട് മൊബൈൽ ഫോൺ, അതായത് വീടിന്റെ പ്രമാണം കൊണ്ടുവച്ചിട്ട് കുട്ടികൾക്ക് വില കൂടിയ മൊബൈൽ ഫോൺ അവർ ബഹളം ഉണ്ടാക്കാൻ. ഈ കോളേജിലൊക്കെ പോകുമ്പോൾ അപ്പുറത്തെ കുട്ടി ഐഫോണിന്റെ ഇത് കൊണ്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ഐഫോണിന്റെ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് അങ്ങനെ കാറാണ് അവർക്ക് കാർ മേടിച്ച്. ഈ ബൈക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം പൈസയുടെ 5 ലക്ഷം 6 ലക്ഷം രൂപയുടെയൊക്കെ ബൈക്കുകൾ, ഇതൊക്കെ വീടിന്റെ പ്രമാണമൊക്കെ വെച്ചിട്ടാണ്. ജ്യോതിഷത്തിന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്, കുറച്ചുകൂടി മറ്റു രാജ്യങ്ങളിലുള്ളവരുണ്ട്, അതൊക്കെ ഒരു സംസ്ഥാനമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ പോലുള്ള ഒരു രീതിയാണോ അവർക്കുള്ളത്? അല്ല, അവർ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആളുകളുണ്ട്, ഈ പൈസയൊക്കെ മുടക്കുന്ന ആളുകളുണ്ട്. ഞാൻ വേറെ കാര്യം പറയാം, ഈ നമ്മളിപ്പോ ഒത്തിരി പുരോഗമനവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുള്ളത് ഇപ്പോഴാണ്.
അല്ലല്ല കറക്റ്റാണ്. ഭയങ്കരമാണ്. നിങ്ങൾ അൺബിലീവബിൾ ആണ്. അതായത് ബ്ലാക്ക് മാജിക് ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന ഇന്നത്തെ ചെറുപ്പക്കാര്. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും, ഞാൻ എന്തിനാണ് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇത് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ദുബൈയിൽ പോയപ്പോ അവിടെ എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി, അതിന്റെ ഓഫീസിലെ കുറച്ച് സ്റ്റാഫുകളും അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പോയി ഫുഡ് കഴിച്ചപ്പം അതിൽ മുസ്ലിം പെൺകുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ മുസ്ലിം പെൺകുട്ടികൾ അടക്കം അവർ പറയുന്നത് ഇതുണ്ട്, കൂടുപാത്രം ചെയ്തിട്ട് നശിപ്പിക്കാൻ പറ്റും, ചേട്ടൻ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് തർക്കിച്ചു. പിന്നെ വെറുതെ ഇനി സംസാരിച്ച് എന്റെ എനർജി എന്തിനാ കളയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. കേരളത്തിൽ ഇത് നിയമം മൂലം നിരോധിച്ചിട്ടില്ല. ഏതാ കൂടുപാത്രം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമല്ല കേരളത്തിൽ. നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു നമ്പർ, എല്ലായിടത്തും ഇതിന് പരിഹാരം എഴുതി വെച്ചേക്കുന്നത്. ഇതിന് പരിഹാരം മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഇവിടെ കൂടുപാത്രം ചെയ്തു കൊടുക്കപ്പെടും എന്നൊരു ബോർഡ് ഇവിടെ. ഇത് നിയമം മൂലം നിരോധിച്ചിട്ടില്ല. കേരളത്തിൽ ഇത് ഇല്ലീഗൽ അല്ല എന്നാ എന്റെ അറിവ്. വേറെ ചില സംസ്ഥാനങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. കേരളത്തിൽ കൂടുപാത്രം നിയമം മൂലം നിരോധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നിയമം മൂലം നിരോധിച്ചിട്ടില്ല. എന്നാ പിന്നെ ബോർഡ് വെച്ചിട്ട് ചെയ്തുകൂടെ? ഇവിടെ കൂടുപാത്രം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്പർ ഇതാ, ഞാൻ പോയി വീഡിയോ ക്യാമറയും എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഒരാളെ പറഞ്ഞു കൊടുക്കും, ഇങ്ങാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം എല്ലാം കൊടുക്കും, ഇങ്ങനെ ഒരു മാസത്തിനുള്ളിൽ അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അത് ചോദ്യത്തിലേക്ക് വരാം. അപ്പം ഇത് ചോദിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് ഫെബ്രുവരിയിലാണ് ഈ സംഭവം, 15 ദിവസം തരാന്ന് പറഞ്ഞാൽ ഇതുവരെ തരാം. കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് അയച്ചു, ഹലോ നമ്പർ ഒന്നും കിട്ടിയില്ല. അപ്പൊ ചിരി അയച്ചു. കാരണം ഇല്ല, ശത്രു സംഹാരം എന്ന് പറഞ്ഞ കാര്യം ശരിക്കും ഭഗവത്ഗീതയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഉത്തരേത് ആത്മനാത്മാനാം ആത്മാനം അവസാദയേ ആത്മയേവ ആത്മനാ ബന്ധു ആത്മയേവ രഘുരാത്മന. ഒന്നും മനസ്സിലായില്ലല്ലോ. എന്തോ കാര്യം അറിയോ? അണ്ണം പോയി ശത്രു സംഹാരാർത്ഥന നടത്തുന്നു വെക്കുക, 6 നാളും 6 പേര് പറഞ്ഞു കൊടുക്കുന്നത്. അണ്ണന്റെ നാളും അണ്ണന്റെ പേര്. അപ്പൊ ആരാണ് എന്റെ ശത്രു? നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, നമ്മുടെ ഉള്ളിലെ മതമാത്സര്യമോളെ ഇപ്പോ കൂടുപാത്രം ചെയ്തു എന്ന് അറിഞ്ഞാലാണ് പ്രശ്നം. ഏതാ പിന്നെ മുതൽ കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും ഇതാണെന്ന് ചിന്തിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അഭിലാഷ് അണ്ണനെ പറ്റി എവിടെങ്കിലും ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നോക്കി ഭയങ്കര നെഗറ്റീവ്, ഇത് നിങ്ങൾ അറിഞ്ഞെങ്കിലേ പ്രശ്നമുള്ളൂ. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇത് അറിയുന്നില്ലല്ലോ. ഇത് അറിയാതിരുന്നാൽ, ഇപ്പൊ സൈബർ അറ്റാക്ക് പലയിടത്തും നടക്കും, തെറിവിളിയും കാര്യങ്ങളും. നമ്മൾ ഇത് കയറി നോക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നോക്കാതിരുന്നാൽ ഇവിടെ അപകടമുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു നമ്മൾ കട്ടിലേക്ക് തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ വളരെ ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു 100% കൺഫർമേഷൻ അല്ല. നമ്മുടെ ഒരു ആള് മരിച്ചല്ലോ, മറ്റേ ADM ആയിരുന്ന അദ്ദേഹം മരിച്ചല്ലോ. പല കാര്യങ്ങൾ അതിലുണ്ടാവും, അത് ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതൊരു കാര്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടില്ലാത്തവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹാപ്പി ഓണമോ ഹാപ്പി വിഷുവോ ഹാപ്പി ഈസ്റ്ററോ ഹാപ്പി നബിദിനോ അയച്ചിട്ടില്ലാത്തവർ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഇദ്ദേഹത്തെ പറ്റി വന്നിട്ടുള്ള കമന്റും വാർത്തയും ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇത് മെന്റലി ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് ഇത് ഇത്രയും മനോവൈകൃതം, ഇത് കൊല്ലക്കാരുടെ അല്ല, മലയാളികളുടെ മനോവൈകൃതമാണ്. ഞാനുണ്ടല്ലോ, എനിക്ക് ആലോചിച്ചത് അപ്പ ബ്ലോക്ക് ചെയ്യും. നമുക്കിത് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തിനാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു നിർത്തം തെറി വിളിക്കുന്നത്, ആ തപ്പി പിടിച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കാണിച്ചിട്ട് ഇവരെന്ത് ചെയ്യണേ? ഇതുപോലെ മനോവൈകൃതമുള്ള ഒരു മലയാളി സമൂഹം. അണ്ണനെ കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു നോക്കൂ, സ്ക്രീൻഷോട്ട് എടുക്കും, വാട്സപ്പിലേക്ക് അല്ലെ നമ്മൾ ഈ പൊരുത്തം നോക്കിയില്ലല്ലോ എന്നൊരു സംശയമുണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ പൊരുത്തം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവൽ കൂട്ടുക എന്നുള്ളതാണ് മെയിൻലി. ഈ 10 പൊരുത്തം ഉത്തമമായാൽ 10 പൊരുത്തം ഉത്തമം വരില്ല, 9 പൊരുത്തം ഉത്തമമായാലും ഇവിടെ ഒരു ദാമ്പത്യ ജീവിതം നല്ലപോലെ പോകണമെങ്കിൽ അവർ മനസ്സിലാക്കി ജീവിക്കണം. ശരിക്കും സുജേഷി, ഈ ജ്യോതിഷികളുടെ കടമ എന്ന് പറയുന്നത് പൊരുത്തം നോക്കി ഉത്തമമാകുമ്പോൾ മദ്യമൊന്നും കുറിച്ചു കൊടുക്കൽ മാത്രമല്ല. കുറിച്ചു കൊടുക്കരുതെന്നല്ല പറയുന്നത്, പൊരുത്തം നോക്കി അത് കുറിച്ചു കൊടുക്കണം. പക്ഷെ അത് മാത്രമല്ല, ഈ വരുന്ന പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് എല്ലാ മതവിശ്വാസത്തിലും ഉണ്ടെങ്കിൽ ഹൈന്ദവർ ഇത് ചെയ്യുന്ന ആരാണ്? ഈ ജ്യോത്സ്യന്മാരെ ചെയ്യേണ്ടത്. ഇവര് പൈസ മാത്രം മോഹിച്ചിരിക്കുമ്പോ ഇതിലേക്ക് പോകുന്നില്ല. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന ഹിന്ദുക്കളുടെ ഇടയിലാണ്. 10 പേർത്തോളം ഡിവോഴ്സ് ചെയ്യും. ഒന്നാമത് ആരും പറയാനില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരു മുസ്ലിം ഡിവോഴ്സ് ചെയ്യാൻ അവരുടെ ഉസ്താദ് സംസാരിക്കും ഇടയ്ക്ക്. പള്ളിക്ക് ജമാഅത്തിലൊക്കെ അവർക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു ക്രിസ്ത്യാനി ഡിവോഴ്സ് ചെയ്യാൻ അവരുടെ പള്ളി അച്ഛൻ, അവര് ഹിന്ദുക്കൾ ആരും പറഞ്ഞേക്കും. ഇതാരും അറിയുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കും. അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഒരു വിഷമം വന്നാൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കൊല്ലം ജില്ല. ആ പാർക്കും ഇല്ല, ഗാന്ധി പാർക്കും ഇല്ല. ആ കാനായി കുഞ്ഞിരാമൻ ആ ഒരു നഗ്നയാ സ്ത്രീയുടെ ഒരു ശില്പമാണല്ലോ, അത് കാട് കയറി നിൽക്കുക. എന്തൊക്കെ ഫണ്ട് ഉണ്ടായിട്ട് എന്തോ കാര്യം. എനിക്ക് തോന്നുന്നു മതം ഇത്രത്തോളം ഒരു തലയ്ക്ക് പിടിച്ച ഒരു
സമൂഹം ഇപ്പൊ വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഈ ഒരു അവര് ബാക്കി സുജേഷ് വരുന്നല്ലോ, ഇല്ലെങ്കിൽ ഹരി വരുന്നല്ലോ, ശ്രീകുമാർ വരുന്നല്ലോ, അതുകൊണ്ട് ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാം എന്നൊരു മാനസികാവസ്ഥ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു സ്ഥലത്ത് കടലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് കായല്, പിന്നെ പുഴ, പിന്നെ വരുമ്പോ മൂന്നാർ പോലെ തേയിലത്തോട്ടം, പിന്നെ വനം. എന്താ പറയും, നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാം, അതായത് കൊല്ലം ജില്ല നിവാസികളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ വേറൊരു കാര്യമുണ്ട്. നമ്മളെ ചതിക്കാൻ കുറച്ച് പ്രയാസം. കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ വന്നിരിക്കും, നമുക്കറിയാം പണി. ഞാൻ പറഞ്ഞ ഈ പൊളിറ്റിക്സ് അമ്പലങ്ങളിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല മാർഗം. ആവശ്യം